കണ്ണനെ കാണാതെനിക്കു വയ്യ, കണ്ണൻ്റെ നാമം പാടാതെ വയ്യ, കൈയൊന്നു കൂപ്പി തൊഴാതെ വയ്യ, കളഭപ്രസാദം തൊടാതെ വയ്യ, കണ്ണനെ കാണാതെനിക്കു വയ്യ. വിഷു എന്ന് പറയുന്നത് ഇല്ല ചേച്ചി, ഓരോ വർഷവും പുതിയ തുടക്കം എന്നാണ്. ഈ വർഷം ആദ്യം ചേച്ചിയോട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ പുതിയൊരു തീരുമാനം എന്താണ് ചേച്ചി? അങ്ങനെ ഒരു വർഷം ഒരു തീരുമാനത്തോടു കൂടിയല്ല ഞാൻ ഒരു വർഷവും തുടങ്ങുന്നത്. അത് അതിനനുസരിച്ച് പോവും. കുറച്ചുകൂടെ എല്ലാ വർഷത്തിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആകാൻ നോക്കും. സ്വന്തമായിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആകാൻ നോക്കും. അല്ലാതെ ഒരു തീരുമാനമൊന്നും എനിക്കില്ല. കഴിഞ്ഞ വർഷത്തെ തീരുമാനം പോലെ തന്നെയൊക്കെയാണ്. അതൊക്കെ നല്ലതായിരുന്നല്ലോ. പിന്നെ ഇനി ഒരുപാട് ഞാൻ നന്നാക്കണ്ട, അപ്പൊ ഇതുപോലെ പോയാൽ മതി. ചേട്ടനിലേക്ക് വരുമ്പോഴോ? എല്ലാ വർഷവും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുള്ളൂ. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും കിട്ടണമെന്നില്ല, നമ്മൾ ആഗ്രഹിക്കാത്ത കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാം നല്ലത് വരുത്തണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ശബ്ദം. അപ്പം ഞാൻ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത്, കാരണം ഞാൻ എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ ജനിച്ചു വീണത് ഒരു ഹിന്ദു ആയിട്ടാണെങ്കിൽ ഞാൻ ആ മതത്തെ അതിനോട് യോജിച്ച് പോകുന്നു. പക്ഷേ ഞാൻ മാപ്പിളപ്പാട്ട് പാടിയിട്ടുണ്ട്, അതുപോലെ എത്രയോ ക്രിസ്ത്യൻ ഡിവോഷൻ സോങ്സ് പാടിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ വീടിൻ്റെ ഓരോ മൺതരിയും ഈ 3 വിഭാഗക്കാരും കൂടെ തന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാനൊരു ഹിന്ദുവാണ് ജന്മനാൽ. അപ്പോൾ അതെനിക്ക് ആ ആചാരങ്ങളാണ് ഞാൻ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് പറയുന്നത്, എല്ലാ പ്രാർത്ഥനകളും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു, നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും എന്താണ് പറയുന്നത്, കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടതുപോലത്തെ പ്രളയമോ അതോ കോവിഡോ ഒന്നും വരാത്ത ഒരു നല്ല വർഷം, അതായത് 14/4/2025 മുതൽ 14/4/2026 വരെ എല്ലാവർക്കും, ഈ ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും സമ്പലും സമൃദ്ധിയും എല്ലാം നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.